ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കു വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കാനാണ് പോണത്. ചിക്കു എന്ന് പറയുന്നത് സപ്പോട്ട എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അത് നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കുൻ്റെ ഷേക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സപ്പോട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു ഉണ്ട്, അത് കളഞ്ഞ് ഇതിൻ്റെ ആ മാംസഭാഗം മാത്രം എടുക്കാം കേട്ടോ. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ നമ്മൾ കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ജാറിക്കിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 6 ഗ്ലാസ്സിനുള്ളത് ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊരു അധികം സൈസുള്ളതല്ലായിരുന്നു, ഒരു 8-9 ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പഞ്ചസാര 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 വലിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് കൂടുതലായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുള്ളൂ. കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോർലിക്സ് നമ്മൾ 2 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 രൂപയുടെ 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 6 ഗ്ലാസ്സിലേക്ക് നല്ല തിക്കായിട്ടുള്ള ഷേക്ക് ആയിരിക്കും കേട്ടോ. ഇത് 2 പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കവർ പാല് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ 1 ഗ്ലാസ് പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിക്കുക കേട്ടോ. അപ്പോഴാണ് കേട്ടോ ആ കപ്പലണ്ടിയും ബദാം കശുവണ്ടിയൊക്കെ നന്നായിട്ടൊന്ന് അരയുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അരഞ്ഞു കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് പാലും കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ഒരു 3 ഗ്ലാസ് പാൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അടിക്കുക. ഷേക്ക് റെഡി ആയിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ ചിക്കുൻ്റെ.